അറിഞ്ഞൂടാ, ഞാൻ ഇത്രയും ദൂരം അങ്ങനെ പോയിട്ടില്ലല്ലോ, അതും കാറില്. താനേ വൊമിറ്റ് ചെയ്യൂ? ഇല്ലാതിരിക്കാൻ നോക്കാം, വന്നാ പിന്നെ എന്ത് ചെയ്യാനാ? അക്കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്കൊരു പേടി. നന്ദിനി സ്വാമിയെ സാക്ഷാൽ മുരുകസ്വാമി കാത്തോളൂ. ഈ യാത്ര അവസാനിക്കുന്നത് വരെ നന്ദിനി സ്വാമിക്ക് ഒരു കുഴപ്പവും വരില്ല. ഗുരുസ്വാമിയുടെ വാക്കുകള് അതുപോലെ തന്നെ ഫലിക്കട്ടെ. അപ്പൊ ഇനി എന്താ, നിങ്ങക്ക് കുറച്ച് റെസ്റ്റ് വേണോ അതോ നമുക്ക് യാത്ര തുടർന്നാലോ? ഇപ്പൊ റെസ്റ്റ് ഒന്നും എടുക്കണ്ട. കൊറേ വണ്ടി ഓടിച്ചിട്ട് സാറിന് ക്ഷീണം തോന്നുമ്പോ നമുക്ക് റെസ്റ്റ് എടുക്കാം. ഓക്കെ, എനിക്ക് പിന്നെ പോയേക്കാം. എന്താ സർ? ഒന്നുമില്ല. ആ വീട്ടിൽ നിന്ന് എന്റെ അമ്മയുടെയും പെങ്ങന്മാരുടെയും മുന്നിൽ നിന്ന് ഇറങ്ങിയപ്പോ താൻ ടോട്ടലി റിലാക്സ്ഡ് ആയതുപോലെ. അതിന് നന്ദിനി സ്വാമിയുടെ കാര്യം എന്തിനാ നോക്കുന്നത്? എന്റെ പൊന്നു സ്വാമി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അവസ്ഥയായി എന്റെ കാര്യം. ശരി, ഹരഹരോ 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 ഹരഹര ഹരഹരോ ഹരഹരോ ഹരഹര. അങ്ങനെ ഫുഡെല്ലാം നന്നായിട്ട് കഴിച്ചല്ലേ? ഒരു സെറ്റ് പൂരി കൂടെ കിട്ടുന്നില്ലെങ്കിൽ വീട്ടിൽ തിന്നായിരുന്നു. രാജേട്ടന്റെ വിശപ്പിനി മാറിയില്ലേ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ തിന്നാ. അവരിപ്പോ യാത്രയിലായിരിക്കും അല്ലേ? നമ്മൾ പറഞ്ഞതിൽ ഒരു വ്യത്യാസവും ഇല്ല അല്ലേ ചേച്ചി? വേറെ ആരായാലും ഒരു പുണ്യ സ്ഥലത്തേക്ക് ഇറങ്ങി പോകുമ്പോ വീട്ടിലെ അമ്മയുടെ സ്ഥാനത്തുള്ള ഒരാളോട് പറയണമെന്ന് ആഗ്രഹിക്കില്ലേ? അത് വേണ്ടെന്ന് അവള് തന്നെ ഏട്ടനോട് പറഞ്ഞതായിരിക്കും. മമ്മിയെ കണി കണ്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. സൂര്യക്ക് പിന്നെ അവള് പറയുന്നത് എന്ത് സമ്മതമാണല്ലോ. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ, ഏട്ടൻ അവളെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോ ഏത് സമയത്തും ഇറങ്ങിപ്പോവും പറഞ്ഞ് അവള് കരഞ്ഞോണ്ടിരുന്നത്? അന്ന് അവൾ ഇറങ്ങിപ്പോവാണ്ടിരുന്നത് നമ്മുടെ ആവശ്യമായിരുന്നു. കൂടെ ഇരുന്ന് എന്തൊക്കെ പറഞ്ഞു. അന്ന് മമ്മി പോലും അറിയാതെ നമ്മൾ കാണിച്ചൊരു മണ്ടത്തര അവളിവിടെ നിന്നതും വേരുറപ്പിച്ചതും. ഇപ്പൊ അവളുടെ സ്ഥാനം എന്താ? എനിക്ക് നിനക്കൊക്കെ മേലെ. അവൾക്കെതിരായിട്ടൊരു വാചകം പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട്? അതിനു മുൻപ് ഒന്നുകിൽ ഡാഡി അല്ലെങ്കിൽ സൂര്യ തടസ്സം വന്നിരിക്കും. വേലക്കാരിയുടെ സമയം, അല്ലാതെ എന്ത് പറയാനാ? വേദേ, ഒന്നും എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ല. ഉറങ്ങാൻ ചെന്ന് കണ്ണടച്ച അവളുടെ ചിരിക്കുന്ന മുഖം, നമ്മളെല്ലാം ജയിച്ചു നിൽക്കുന്ന മുഖം. അവളെ മാത്രമല്ല, അവളുടെ അച്ഛനില്ലേ ആ സുദേവൻ, അയാളെയും അയാളുടെ മറ്റുള്ള പെൺമക്കളെയും എല്ലാവരെയും കാണുന്നുണ്ട്. എല്ലാവരും ചിരിക്കാൻ നമ്മളെ നോക്കി. ചേച്ചി അങ്ങനെ ചിന്തിച്ച് വഷളാവൊന്നും വേണ്ട. സത്യം പറഞ്ഞ ഞാനിപ്പോ മനം ഒരുക്കി പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? ആ പോകുന്ന വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച അവൾ അങ്ങ് തീരണേന്നാ. ചേച്ചി, ആ വണ്ടിയിൽ ഏട്ടനും ഉണ്ട്. അതിനെന്താ, അത്ഭുതകരമായി ഒരാൾ രക്ഷപ്പെട്ടു എന്ന വാർത്ത കാണുന്നില്ലേ? അതുപോലെ സംഭവിച്ചാ മതി. അത് വല്ലാത്തൊരു കാത്തിരിപ്പും കണക്കുകൂട്ടലുവാ, യാഥാർത്ഥ്യമല്ലല്ലോ. ചേച്ചി, മമ്മിയും നമ്മളും പലവട്ടം അവളെ ഒഴിവാക്കാൻ നോക്കിയതാ. അതിനുവേണ്ട കാര്യങ്ങളും ചെയ്തു. പക്ഷെ അവളെ ഒന്ന് തൊടാൻ പോലും നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ കൈ നിൽക്കുന്നതല്ല ഇത്. മമ്മിയോട് പറഞ്ഞിട്ട് നിർബന്ധമായും ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കാൻ പറ. അവളെ തല്ലി ഓടിച്ചിട്ടൊന്നും കാര്യമില്ല. ഏത് നാട്ടിലാണെങ്കിലും ഏട്ടൻ അവളെ കണ്ടുപിടിക്കും, തിരിച്ചു കൊണ്ടും വരും. പകരം തീർത്ത് കളയണം. അത് തന്നെ എന്റെ ആഗ്രഹം. പക്ഷെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ തലയിലേക്ക് വരാതിരിക്കാൻ എല്ലാം ഒന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണ്ടേ?
ശരി, നമ്മളീ പറയുന്ന പോലെ നന്ദിനെ ഇല്ലാതാക്കാൻ മമ്മി തീരുമാനം എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? മമ്മി കൂടെ ഇല്ലാതെ പിന്നെ എങ്ങനെയാ? എല്ലാ കാര്യങ്ങൾക്കും മമ്മി കൂടെ വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. ചില കാര്യങ്ങളൊക്കെ മമ്മി അറിയാതെ ചെയ്യാനും പറ്റണം നമുക്ക്. അതിനുശേഷം അതിന്റെ റിസൾട്ട് മമ്മി അറിയിച്ചാ മതി. നീ കാര്യായിട്ടാണോ? പിന്നെ അല്ലാതെ. ജീവിതകാലം മുഴുവൻ അവളെ കുറിച്ച് ചർച്ച ചെയ്ത് തള്ളി നീക്കാൻ പറ്റുമോ? തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെ. അവൾ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാല് തീരുമാനം എടുത്തേ പറ്റൂ.